ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമുക്ക് ഓരോരുത്തർക്കും പാപമോചനവും നിത്യജീവനും നൽകുന്നതിനാണ്. യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. സത്യദൈവവും നിത്യജീവനുമായ ഈ കർത്താവിനെയും അവിടുന്ന് നമ്മെ സ്നേഹിച്ച് നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യരക്ഷയെയും എങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കുന്നതിന് കഴിയുമെന്നറിയുന്നതിന് തുടർന്നുള്ള അല്പനിമിഷത്തെ ദൈവവചന കേൾവി നിങ്ങളെ സഹായിക്കും. ഞാൻ മിനി ചാർലി, കർത്താവ് ഏൽപ്പിച്ച ദൗത്യവുമായി നിങ്ങളുടെ അരികിൽ എത്തിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ ദൈവവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു: പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പ്രിയമുള്ളവരെ, എന്നേക്കും ദൈവത്തോട് കൂടെ ഇരിക്കേണ്ടതിന് ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയ ആദിമ മനുഷ്യൻ ദൈവഹിതത്തിന് വിപരീതമായി പാപം ചെയ്യുക നിമിത്തം ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുമാറി. ദൈവിക ജീവൻ അവന് നഷ്ടമായി. അവൻ നിത്യമരണത്തിന് യോഗ്യനായി. അവൻ്റെ ഹൃദയത്തിൽ പാപപ്രകൃതം ആധിപത്യം ഉറപ്പിച്ചു. അവൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് മനുഷ്യനിൽ ദൈവിക ജീവൻ സദാകാലം വാഴുന്നതിനും അതുവഴി ദൈവപ്രവൃത്തി മനുഷ്യനിലൂടെ വെളിപ്പെടേണ്ടതിനുമാണ്. എന്നാൽ പിശാചിൻ്റെ അടിമയായി തീർന്ന മനുഷ്യനിൽ പാപപ്രവൃത്തികളാണ് നിരന്തരം വെളിപ്പെടുന്നത്. ദൈവിക ജീവൻ്റെ നിയന്ത്രണം പാപമനുഷ്യനിൽ ഉണ്ടാകില്ല. എന്നാൽ കാൽവരി ക്രൂശിൽ യേശു പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ച് മനുഷ്യനെ സ്വതന്ത്രനാക്കി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന ഉൽപ്പത്തിയിലെ ദൈവിക വാഗ്ദത്തം യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിലൂടെ ദൈവം നിറവേറ്റി. പാപത്തിൽ മരിച്ച മനുഷ്യന് തിരികെ ദൈവിക ജീവൻ നൽകുന്നതിന് യേശു ഈ ഭൂമിയിലേക്ക് വന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 6 വാക്യം 40 പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു: പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശു കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവ് പിതാവാം ദൈവത്തോട് ഇങ്ങനെ പറയുന്നു: നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവൻ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ദൈവവചനം നമ്മെ ഇങ്ങനെ ധൈര്യപ്പെടുത്തുന്നു: ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവൻ്റെ പുത്രനായ യേശുവിലുണ്ട്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. എന്നാൽ പാപത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് ദൈവിക ജീവൻ ലഭിക്കുന്നതിന് കഴിയില്ല. തന്നിൽ പാപം വസിക്കുന്നു. അത് തന്നെ നിത്യമരണത്തിലേക്ക് നയിക്കുന്നു. തനിക്ക് ഈ പാപജീവിതത്തിൽ നിന്ന് ഒരു മോചനം വേണം. നിത്യജീവൻ തനിക്ക് പ്രാപിക്കണം. യേശുവിനെ പോലെ തനിക്കായിത്തീരണം എന്ന് മനസ്സോട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവിക ജീവൻ തിരികെ പ്രാപിക്കുന്നതിന് കഴിയുകയുള്ളൂ. താൻ നീതിമാൻ, നല്ലവൻ എന്നൊക്കെ സ്വയം വിശ്വസിച്ച് സ്വയം നീതിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് കേൾക്കുന്ന ദൈവവചനത്തിന് മുമ്പാകെ വിനയപ്പെടുവാനോ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവവചനം കേട്ട് വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുന്നതിനോ അതുവഴി നിത്യജീവൻ അവകാശികളായി തീരുന്നതിനോ കഴിയുകയില്ല. എന്നാൽ ദൈവവചനം കേട്ട് വിശ്വസിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. ഈ തിരിച്ചറിവ് ഇല്ലാത്തൊരു വ്യക്തിക്ക് യേശു കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിലൂടെ ദൈവം മനുഷ്യന് ലഭ്യമാക്കിയിരിക്കുന്ന നിത്യജീവൻ പ്രാപിക്കുന്നതിന് കഴിയുകയില്ല. അവരെ ദുഷ്ടാത്മാവ് മരണം വരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കും. നിത്യനരകത്തിന് അവസാനം അവർ യോഗ്യരാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അത്യധികം ശ്രദ്ധയുള്ളവരാകുക. നമുക്ക് വചനം കേൾക്കുന്നതിനും അനുസരിക്കുന്നതിനും മനസ്സുണ്ടോ എന്ന് ചിന്തിക്കുക.
ഈ വചനങ്ങളാൽ നാം ഒരു ആത്മപരിശോധന നടത്തുക, കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുക, നിത്യജീവൻ പ്രാപിക്കുക. ദൈവം നമ്മെ സഹായിക്കും.